ഓക്കെ, ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഒരു പാട്ട് പിന്നെയും എന്നുള്ള ഒരു കവിതാഭാഗമാണ്. ഇത് എഴുതിയത് സുഗതകുമാരിയാണ്. നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലേ, സുഗതകുമാരി നിങ്ങൾ കേട്ടിട്ടില്ലേ? സുഗതകുമാരിയുടെ കുറേ കവിതകളൊക്കെ പത്രത്തിലൊക്കെ എപ്പോഴും വരാറുണ്ട്. അതേ പ്രത്യേകത എന്താണെന്നറിയോ? നമ്മുടെ ഈ സുഗതകുമാരി എന്ന് പറയുന്നത് ഒരു സാമൂഹിക പരിസ്ഥിതി പ്രവർത്തകയാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു കവിയത്രിയുടെ കവിതകളിൽ അധികവും പരാമർശിക്കപ്പെടുന്നത് സാമൂഹിക പരിസ്ഥിതി എങ്ങനെ സംരക്ഷിക്കണം എന്നുള്ള. പിന്നെന്താണ്, സുഗതകുമാരി ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയായ ബോധേശ്വരന്റെ പുത്രിയുമാണ്. പിന്നെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, ഓടക്കുഴൽ അവാർഡ് കിട്ടിയ നമ്മുടെ കേരളം അംഗീകരിച്ചതും നമ്മൾ അനുമോദിച്ചതൊക്കെ ആയ ഒരു നല്ലൊരു സ്ത്രീ പരിസ്ഥിതി സംരക്ഷക കൂടിയുമാണ് നമ്മുടെ സുഗതകുമാരി. ഓക്കെ, നമ്മുടെ കവയിത്രി. അപ്പൊ ഈ കവിത ഒരു പാട്ട് പിന്നെയും എന്നുള്ള കവിതയിൽ മിസ് ഒരു കണ്ടന്റ് ജസ്റ്റ് ഒന്ന് പറയുന്ന നിങ്ങൾക്ക് പെട്ടെന്ന് കവിത വായിക്കുമ്പോൾ മനസ്സിലാവും. ഇത് തുടങ്ങുന്നത് തന്നെ ഒരു ചിറകറ്റ ഒരു കുരുവി, ഒരു ചെറിയൊരു പക്ഷി, ചിറകറ്റൊരു പക്ഷി, ഒരു മരക്കുറ്റി. അതായത് ആ മരക്കുറ്റിക്ക് എന്തില്ല, ചില്ലകളില്ല, സംഭവങ്ങൾ, ഇലകളും പൂക്കളും ഒന്നും ഇല്ലാതെ ഒരു മരക്കുറ്റിക്ക് മുകളിൽ നിന്ന്. അപ്പൊ അവിടെ ശ്രദ്ധിക്കണേ മിസ്, ഈ മരക്കുറ്റി ആവർത്തിച്ച് പറയുന്നത് എന്തിനാന്നുള്ളതൊരു പോയിന്റാണ്. കാരണം എന്താ, മരക്കുറ്റിക്ക് പ്രത്യേക ഒരു ക്വസ്റ്റ്യൻ, ഒരു ആൻസർ ആണത്. അതുകൊണ്ടാണ് പറയുന്നത്. ഒരു മരക്കുറ്റിക്ക് മുകളിൽ നിന്ന് ഒരു പക്ഷി പാട്ട് പാടുന്നതാണ് ഇതിൻ്റെ ഒരു കഥാസന്ദർഭം. ചിത്രീകരണം അതാണ് ചിത്രത്തിൽ കാണാം നിങ്ങൾക്ക് അല്ലേ. നിങ്ങളെ പാഠഭാഗത്തിൽ നിന്ന് കാണാൻ പറ്റിയ ഒരു പക്ഷി മരക്കുറ്റിയിൽ നിൽക്കുന്ന ചിത്രമാണ്. അതിൻ്റെ അടിയിലാണ് വരികൾ വരുന്നത് അല്ലേ. പിന്നെ അതിൽ പ്രധാനമായും പറയുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ, അതായത് നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ എന്താണ് ഈ പക്ഷി എന്താണ് ഏകാഗിയായി പോയത്? പക്ഷി വളർത്തിയ കുഞ്ഞുങ്ങളും പക്ഷിയുടെ ഇണക്കിളിയും പക്ഷിയുടെ കൂട്ടത്തിൽ ആരുമില്ല, ഒറ്റക്കാണ് ആ പക്ഷി. ഏകാഗിയായിരുന്ന ഒരു പക്ഷിയാണ്. എന്തുകൊണ്ടാണ് കവി ഈ ഒരു പക്ഷിയെ ഏകാഗിയായിട്ട് പാടുന്നത് ചിത്രീകരിച്ചൊരു കവിത അവതരിപ്പിക്കാൻ എന്താണ് കാരണം? അതും ഒരു ചോദ്യമാണ് നമുക്ക്. എന്താണ് കാരണം? മിസ് അതിന് ആൻസർ കൂടി പറഞ്ഞോടുകൂടി ജസ്റ്റ് പറയണേ. എന്താണ് കാരണം ആ കവിതയിൽ പക്ഷി ഒറ്റക്കാവുന്നത്? ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന വലിയൊരു സാമൂഹിക പ്രശ്നം ജനങ്ങളിലേക്ക് എത്തിക്കാൻ കൂടി വേണ്ടിയിട്ട് ഈ ഒരു പാട്ട്. എന്താണ് സാമൂഹിക പ്രശ്നം? ഒറ്റപ്പെടൽ. അതായത് സ്വന്തം കുഞ്ഞുങ്ങളും സ്വന്തം വീട്ടുകാരും കുടുംബക്കാരൊക്കെ ഉണ്ടായിട്ടും അച്ഛനും അമ്മയും വൃദ്ധരായ അവരാർക്കും വേണ്ട, അവരെവിടേക്ക് മാറ്റും? വൃദ്ധസദനത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു കാഴ്ചപ്പാട് ഇപ്പം സമൂഹത്തിൽ വളർന്നു വരുന്നുണ്ട്. അപ്പോൾ ആ ഒറ്റപ്പെടലിന് ഇവരെന്ത് ചെയ്യും? ഇപ്പോഴത്തെ ജനറേഷനിലെ ആളുകൾ ബിസി ലൈഫാണ്. അപ്പോൾ അച്ഛനമ്മയും നോക്കാൻ നേരമില്ല. അപ്പോൾ അവർ വൃദ്ധരായ അച്ഛനമ്മയോടെ കൊണ്ട് വൃദ്ധസ്ഥാനത്ത് കൊണ്ടുപോയിടും. അപ്പോൾ അതൊരു സമൂഹത്തിൽ ഒരിക്കലും നടക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. അപ്പോൾ നമ്മൾ അവരെ എന്ത് ചെയ്യും? ചേർത്ത് പിടിച്ച് ശ്രദ്ധിക്കണം, നോക്കണം, കെയർ ചെയ്യണം എന്നൊക്കെയാണ് ഇതിലൊരു മെസ്സേജ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വേറൊരു കാര്യത്തിൽ പറയുന്നത് മരച്ചില. നേരത്തെ മിസ് പറയല്ലേ, മരക്കുറ്റി. ഒരു മരക്കുറ്റിയിൽ നിന്നാണ് എന്ത് പാട്ടുന്നത്? കുരുവി പാട്ട് പാടുന്നത്. അപ്പം ആ മരക്കുറ്റിക്ക് എന്തില്ല? ഇലകളില്ല, ബ്രാഞ്ചുകളില്ല, ഒന്നുമില്ല. അങ്ങനെ ആ മരക്കുറ്റി എന്തിൻ്റെ പ്രതീകമാണ്? സമൂഹത്തിലെ പരിസ്ഥിതി നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു, മരങ്ങളൊക്കെ വെട്ടി നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. പരിസ്ഥിതി നാശത്തിൻ്റെ ഒരു അടയാളം കൂടിയാണ് ആ മരക്കുറ്റി. അപ്പോൾ ഏകാഗിയായിരുന്ന ആ പക്ഷി, മരക്കുറ്റി, അതൊക്കെ എന്താണ്? ഇപ്പോഴത്തെ സമൂഹത്തിന് നൽകുന്ന അടയാളമാണ്. നമ്മുടെ സുഗതകുമാരി എന്ന് പറയുന്ന കവയിത്രി സമൂഹത്തിന് നൽകുന്ന അടയാളങ്ങളാണ് ഇതെല്ലാം. അപ്പം ഇതൊന്നും സമൂഹത്തിൽ ഇപ്പം ഉണ്ടാവാൻ പാടില്ല. ഇതൊക്കെ ജനങ്ങളെ അറിയിക്കണമല്ലോ. നമ്മളെന്ത് ചെയ്യും? നമ്മൾ കുട്ടികളൊക്കെ എപ്പോഴും എല്ലാവരും ഒരേ പ്രായത്തിൽ നിൽക്കില്ലല്ലോ, നമ്മളും വയസ്സാവുമല്ലോ. അപ്പോൾ നമ്മളും വയസ്സാവും. അപ്പോൾ നമ്മളെ നോക്കാൻ ആരെങ്കിലും വേണമെങ്കിൽ നമ്മൾ വൃദ്ധരായ മാതാപിതാക്കളെ വൃദ്ധസദനത്തിൽ നിന്ന് കൊണ്ടുപോയിട്ട് അത് ഒറ്റപ്പെടലിലേക്ക് ആക്കരുത് എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, നെക്സ്റ്റ് മരങ്ങളൊന്നും വെട്ടി നശിപ്പിക്കാൻ പാടാതെ നമ്മുടെ പരിസ്ഥിതി എന്ത് ചെയ്യണം? പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നുള്ള ഒരു മെസ്സേജും കൂടിയാണ് നമ്മൾ ഈ ഒരു പാട്ട് പിന്നെയും എന്നുള്ളതിൽ. ഓക്കെ, അപ്പോൾ ആപത്ത് കാലത്ത് ഉപകരിക്കപ്പെടാത്ത മക്കൾ ഈ വാക്യം ഈ കവിതയ്ക്ക് എത്രത്തോളം പ്രാധാന്യം നൽകുന്നു? ഓക്കെ, ഇതാണ് മിസ്സിൻ്റെ ആൻസർ ആണ്. മിസ് പറയുന്നത് എവിടെ ഇരുന്നാണ് കിളി പാട്ട് പാടുന്നത്? എവിടെ ഇരുന്നാണ് കിളി പാട്ട് പാടുന്നത്? ഒരു ചെറിയൊരു മരക്കുറ്റിയിൽ നിന്നാണ് നമ്മുടെ കിളി പാട്ട് പാടുന്നത്. വനനശീകരണം, ഒറ്റപ്പെടൽ എന്ന മെസ്സേജാണ്. അതും കൂടി അത് സമൂഹത്തിന് നൽകുന്ന ഒരു സന്ദേശമാണ് ഈ കവിത.
ആപത്ത് കാലത്ത് ഉപയോഗിക്കപ്പെടാത്ത മക്കൾ, അതായത് നമ്മുടെ കുരുവി ഒറ്റക്കാണ്, കുഞ്ഞിക്കിളി ഒറ്റക്കാണ് ആ മരച്ചിലിരിക്കുന്നത്. അപ്പം അതിന് ചിറകൊടിഞ്ഞു പോയിട്ടുണ്ട്. അപ്പം അതിനെ ചിറകൊന്ന് നിർത്താനോ അതിനൊന്ന് ജസ്റ്റ് വെള്ളം കൊടുക്കാൻ ആരുമില്ല. അപ്പം മനുഷ്യനാണ് ഇവിടെ പ്രതീകവൽക്കരിക്കുന്നത്. നമ്മുടെ ഭാവിയിലേക്ക് നമ്മൾ വയസ്സും കാവുമ്പോൾ നമ്മളെ നോക്കാൻ ഒരു തുള്ളി വെള്ളം തരാനും സമൂഹത്തിൽ ആരുമില്ലാത്തൊരു കാലഘട്ടത്തിലേക്കാണ് നമ്മുടെ ഈ ഒരു മനുഷ്യരുടെ പോക്ക് എന്നുള്ളൊരു സന്ദേശം കൂടി നമ്മുടെ സുഗതകുമാരി ഒരു കവിതയിലൂടെ പരാമർശിക്കുന്നു. ഇപ്പം നിങ്ങൾക്ക് ഏകദേശം കഥേൻ്റെ ഉള്ളടക്കം മനസ്സിലായല്ലോ കവിതയുടെ. ഇനി നമുക്ക് കവിത വായിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, പെട്ടെന്ന് മനസ്സിലാവും ചെയ്യും. പിന്നെ മിസ് ഒന്നും കൂടി എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പ്ലെയിൻ ചെയ്തു തരാനും പറ്റും. ഓക്കെ, അപ്പം ഇനിയാണ് മിസ് വായിക്കാൻ തുടങ്ങും. ഒരു പാട്ട് പിന്നെയും പാടി നോക്കുന്നിതാ ചിറകൊടിഞ്ഞൊരു ഉള്ളൊരു കാട്ടുപക്ഷി, മഴു തിന്ന മാമര കൊമ്പിൽ തനിച്ച് ഇരുന്ന് ഒടിയാ ചിറക് ചെറുതിളക്കി, ഒടിയാ ചിറക്, മറ്റേ ചിറക് ഒടിഞ്ഞിട്ടുണ്ട്, ഒടിയാത്ത ചിറക് ഇളക്കി നോവുമെന്നോർത്തോ പതുക്കെ അനങ്ങാതെ പാവം പണിപ്പെട്ടു പാടിടുന്നു. ഇടറും ഈ ഗാനമൊന്നേറ്റുപാടാൻ കൂടെ ഇണയില്ല, കൂട്ടിനു വേറെയില്ല, കൂട്ടിനു കിളികളുമില്ല, പതിവ് പോൽ കൊത്തിപ്പിരിഞ്ഞുപോയി മെയ്ച്ചൂടിൽ എവിടെ വെച്ച് ഉണർത്തിയ കൊച്ചുമക്കൾ, ആർക്കുമില്ലാതെ വെളിച്ചവും ഗാനവും കാറ്റും മനസ്സിൽ കുടിയിരുത്തി, വരവായൊരന്തിയെ കണ്ണാലൊഴിഞ്ഞുകൊണ്ടൊരു കൊച്ചു രാപ്പൂ ഉണർന്ന നേരം, ഒരു പാട്ടു കൂടി പതുക്ക മൂളുന്നിതാ ചിറകൊടിഞ്ഞുള്ള ഈ കാട്ടുപക്ഷി, ഇരുളിൽ തിളങ്ങുമി പാട്ടു കേൾക്കാൻ കൂടെ മരമുണ്ട്, മഴയുണ്ട്, കുളിരുമുണ്ട്, നിഴലുണ്ട്, പുഴയുണ്ട്, തലയാട്ടുവാൻ താഴെ വഴിമരച്ചോട്ടിലെ പുല്ലുമുണ്ട്, ആരുമില്ലെങ്കിലെന്തായിരം കൊമ്പത്ത് താരുകളുണ്ട് താരങ്ങളായി, അപ്പാട്ടിൽ ആഹ്ലാദത്തേനുണ്ട്, കനിവഴും സ്വപ്നങ്ങളുമുണ്ട്, കണ്ണീരുമുണ്ട്, ഒരു പാട്ട് പിന്നെയും പാടവേ താൻ കൊച്ചു ചിറകിൻ്റെ നോവും മറന്നുപോകെ, ഇനിയും മറക്കില്ല, ഇനിയും പറക്കില്ല എന്നതോർക്കാതെയാ വിരിവാനുള്ളാൻ പുണർന്നുകൊണ്ടേ, വെട്ടിയ കുറ്റിമേൽ ചാഞ്ഞിരുദ്രാദ്രമാം ഒറ്റ ചിറകിൻ്റെ താളമോടെ, ഒരു പാട്ടു വീണ്ടും തെളിഞ്ഞു പാടുന്നിതാ ചിറകൊടിഞ്ഞ ഉള്ളി കാട്ടുപക്ഷി. അതാണ് നമ്മുടെ കവിത. മനസ്സിലായോ? അപ്പം മിസ് ഒന്നും കൂടി അത് എന്ത് ചെയ്യുക, എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഒരു പാട്ട് പിന്നെയും പാടി നോക്കുന്നിതാ ചിറക് ഒടിഞ്ഞ ഈ കാട്ടുപക്ഷി. അപ്പോൾ ചിറകൊടിഞ്ഞാണ് ഒരു പക്ഷി. ഒരു പാട്ടും കൂടി ഞാൻ പാടട്ടെ എന്നുള്ള ലെവലിൽ കഷ്ടപ്പെട്ട് പാടാൻ നോക്കുന്നു. മഴു തിന്ന മാമര കൊമ്പിൽ തനിച്ച്, മഴു തിന്നു. ഓക്കെ, അപ്പം നിങ്ങൾ ആ സെൻറ്റൻസ് ശ്രദ്ധിച്ച് ഇവിടെ എഴുതാം. മഴു അല്ലേ? ഈ മഴു എന്നുള്ള വേർഡിനൊരു ഇമ്പോർട്ടൻ്റ് ഉണ്ട്. എന്താ മഴു എന്ന് പറഞ്ഞാൽ? മനുഷ്യൻ മരം വെട്ടിമുറിക്കുന്ന ഉപകരണം, അതിനുപയോഗിക്കുന്ന മെറ്റീരിയലാണ് മഴു. അപ്പം ഈ മഴു ആണ് മഴു തിന്ന മാമര കൊമ്പ് എന്നുള്ള വേർഡ് എന്തിനെ ചോദ്യം വരുന്നത് എന്താണ്? മഴു തിന്ന മാമര കൊമ്പ് എന്നതുകൊണ്ട് കവിയത്രി ഉദ്ദേശിക്കുന്നത് എന്താണ്? മനുഷ്യർ മരം വെട്ടി നശിപ്പിക്കുന്നതും പരിസ്ഥിതിയെ നശിപ്പിക്കരുത്, മരം വെട്ടി നശിപ്പിക്കരുത്, മഴു എന്നുള്ള ആ സംഭവം കേട്ടാൽ തന്നെ അറിയല്ലേ? അപ്പം എന്നുള്ള നമ്മുടെ പരിസ്ഥിതിയെ നമ്മൾ സംരക്ഷിക്കണം, മരങ്ങൾ വെട്ടി നശിപ്പിക്കരുത് എന്നുള്ള സന്ദേശമാണ് നമ്മുടെ കവിയത്രി ഈ ഒരു വരികളിലൂടെ പരാമർശിക്കുന്നത് എന്ന് ആൻസർ നിങ്ങൾ എഴുതണം. പിന്നെ നോവുമെന്നോർത്തോ പതുക്കെ അനങ്ങാതെ പാവം പണിപ്പെട്ട് പാടിടുന്നു. പക്ഷെ നോവുന്നുണ്ട്. ഒരു ചിറകാണ് ഒടിഞ്ഞത്, മറ്റേ ചിറക് ഒടിയാത്തത് ഒടിഞ്ഞ പോലെ തന്നെയാണ്, എങ്കിലും നോവുന്നുണ്ടെങ്കിലും കൂടി ആ നോവിലും അത് പാട്ട് പാടുന്നു. ഇടറും ഈ ഗാനമൊന്ന് ഏറ്റുപാടാൻ കൂടെ ഇണയില്ല, കൂട്ടിന് കിളികളില്ല. അപ്പം ഏറ്റുപാടാനോ കൂടെ പാടാൻ ഇണയുമില്ല, മറ്റു കിളികൾ ആരുമില്ല. അതിനർത്ഥം എന്താണ്? ഒറ്റപ്പെടൽ എന്നാണ്. അപ്പോൾ ഈ രണ്ട് വരികൾ ചോദ്യം ഇപ്പം എന്താണ്? ഇടറും ഈ ഗാനമൊന്ന് ഏറ്റുപാടാൻ കൂടെ ഇണയില്ല, കൂട്ടിന്. ഈ രണ്ട് വരി ഇങ്ങനെ ഇൻവെർട്ടർ കോമയിൽ തന്നിട്ട് ചോദിക്കും ഈ വരികളിൽ എന്താണ് കവിയത്രി അർത്ഥമാക്കുന്നത്? എന്താണ് അർത്ഥമാക്കുന്നത്? ഒറ്റപ്പെടലിൻ്റെ വേദനയാണ് ഈ ഒരു വരികളിൽ നിന്നും മനസ്സിലാകുന്നത്. കാരണം മനുഷ്യൻ്റെ കാര്യവും, അതായത് നമ്മുടെ കവിതയിൽ ഒരു ഉൽപ്രേക്ഷ, ഉപമ പോലെയുള്ള എന്തുണ്ടാവും, അലങ്കാരങ്ങളൊക്കെ ചേർക്കും. അപ്പോൾ മനുഷ്യരും ഇതുപോലെ പറയുമ്പോൾ ഉപമ വരട്ടോ. മറ്റൊന്നിൻ ധർമ്മയോഗത്താൽ ഇത് താനല്ലയോ എന്ന് വർണ്ണത്തിൽ ആശങ്ക ഉൽപ്രേക്ഷാഖ്യ അലങ്കൃതി. അതൊരു അലങ്കാരമാണ് ഉൽപ്രേക്ഷ. ഇവിടെ ഉപമ, ഒന്നൊന്നിനോട് ചൊന്നാമതും ഉപമയാമത്, അങ്ങനെയാണ് അതിൻ്റെ ഒരു അലങ്കാരം. അപ്പോൾ ഉപമ, ഉൽപ്രേക്ഷ തുടങ്ങിയ മഞ്ചരി വൃത്തം
വൃത്തങ്ങൾ ശ്രുതകാകളി വൃത്തത്തിൽ രണ്ടാം പാദത്തിൽ അന്ത്യമം രണ്ടക്ഷരം കുറഞ്ഞീടിൽ അത് മഞ്ചരിയായിടും. അപ്പൊ മിസ്സി പറഞ്ഞതൊക്കെ എന്താണ്? അലങ്കാരങ്ങളാണ്. അപ്പൊ നമ്മൾ ഇവിടെ അലങ്കാരം ഉപമയാണ്. ഉപമ അത് ഒന്നൊന്നിനോട് ചൊന്നാമത് ഉപമയാമത്, അത് ഒന്നൊന്നിനോട് എന്ത് പറയാണ്? ആലങ്കാരികമായി കൂട്ടി പറയുന്നു. ഇവിടെ എന്താണ് ഉപമ പറയുന്നത്? എന്താ ഇവിടെ അലങ്കാര ഉപമ ആവാൻ എന്താ കാരണം? ഇടറും ഈ ഗാനമെന്ന് ഏറ്റുപാടാൻ കൂടെ ഇണയില്ല കൂട്ടിന് കിളകി.